നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് സാമുവൽ ജെറോം. അദ്ദേഹം നിരവധി വാർത്താ ചാനലുകളിൽ വന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അദ്ദേഹത്തിനെതിരെ പോസ്റ്റുമായി വന്നിട്ടുണ്ട്. ഗുരുതര സ്വഭാവമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത്. സാർ എങ്ങനെയാണ് ഇപ്പോൾ ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്ന ഇടയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത് കാണുന്നത്? ഒരുപാട് കള്ളനാണയങ്ങളും ചതിയന്മാരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പണമടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു എന്നുള്ള സംശയമൊക്കെ എനിക്ക് നേരത്തെ തന്നെയുണ്ട്. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം കേട്ടോ. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഈ അബ്ദുൾ ഫത്താ മഹദി എന്ന് പറയുന്ന ഈ അതായത് തലാൽ അബ്ദ മഹദി എന്ന് പറയുന്ന കൊല്ലപ്പെട്ടയാൾ, ആ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ സാമുവൽ ജെറോം ചില ചാനലുകളിൽ നടത്തിയിട്ടുള്ള പ്രകടനത്തിലേക്ക് ഞാൻ വരാം. അതാണ് എൻ്റെ സംശയത്തിന് ഉളവാക്കിയത് അന്ന് തന്നെ. ഇതിൽ അദ്ദേഹം ആദ്യം അറബിയിലും പിന്നെ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മലയാളത്തിലുള്ള പോസ്റ്റിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കമൻറ്റിലും ആ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അബ്ദുൾ ഫത്താ മഹദി അദ്ദേഹമാണ് BBC-ക്കൊക്കെ ഇൻ്റർവ്യൂ എടുക്കുകയും ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, ഞങ്ങൾ പണം മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹം ഇതിന് ഈ സാമുവൽ ജെറോമിനെ കുറിച്ചിട്ടേക്കുന്ന പോസ്റ്റാണ്. ഹീ ഈസ് നോട്ട് എ ലോയർ ആസ് ഹി ക്ലെയിംസ്. സാമുവൽ ജെറോം ഈസ് എ മീഡിയ ആക്ടിവിസ്റ്റ്. അതായത് സാമുവൽ ജെറോം ഒരു ലോയർ അല്ല, അദ്ദേഹം BBC-യോട് ക്ലെയിം ചെയ്തതുപോലെ ലോയർ അല്ല, പകരം മീഡിയ ആക്ടിവിസ്റ്റ് ആണ്. ആൻഡ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ മർഡേഴ്സ് ഫാമിലി. അതായത് അദ്ദേഹത്തിന് ധാരണയായിരിക്കാം ഈ നിമിഷപ്രിയയുടെ മർഡേഴ്സ് ഫാമിലിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്, ഒരു പ്രതിനിധിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. BBC-യിലേക്ക് ഇദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു ക്ലെയിം നടത്തിയിരുന്ന അഡ്വക്കേറ്റ് ആണെന്ന്, അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇനി ഹീ മൂവ്സ് ബിറ്റ്വീൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് കളക്ടിങ് ഡൊണേഷൻസ്. പല പല പ്ലാറ്റ്ഫോമുകളിൽ പോവുകയും ഡൊണേഷൻസ് മേടിക്കുകയും ആൻഡ് എംബസിൽഡ് കൗണ്ട്ലെസ് എമൗണ്ട്സ് ഓഫ് മണി ഇൻ ദ നെയിം ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ്റെ പേരിൽ എംബസിൽഡ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുകയും, അതായത് എണ്ണമറ്റാത്ത പണം മോഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് ബീയിങ് $40,000. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ $40,000. ഈ $40,000 എന്ന് പറയുന്നത് ഒന്ന് സൗദി എംബസി വഴിയും ഒന്ന് യമൻ എംബസി വഴിയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അനുമതിയോടുകൂടി തന്നെ $40,000 നമ്മൾ ഈ പറയുന്ന സാമുവൽ ജെറോമിനല്ല കൈമാറിയിട്ടുള്ളത്. പക്ഷേ സാമുവൽ ജെറോമൊക്കെ പറഞ്ഞിട്ടുള്ള അവിടുത്തെ യമനിലെ ഒരു ലോയർക്ക് കൈമാറിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൈമാറിയാലും വേണമെങ്കിൽ ആ പണമൊക്കെ പിന്നീട് എന്ത് ചെയ്യാം, ഒരു ചെറിയ കമ്മീഷൻ കൊടുത്തുകൊണ്ട് അടിച്ചു മാറ്റാം. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കൈമാറിയിരുന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പം ലേറ്റസ്റ്റ് ബൈ എന്നാണ് $40,000 എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അദ്ദേഹം അടുത്തത് പറയുന്നത് വി ഹാവ് നോട്ട് മെറ്റ് ഹിം, നോട്ട് സീൻ ഹിം, നോട്ട് കോണ്ടാക്ട്, നോട്ട് ഈവൺ എ ടെക്സ്റ്റ് മെസ്സേജ് റിഗാർഡിങ് ദിസ് മാറ്റർ. ഈ മാറ്ററുമായി ബന്ധപ്പെട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റുകളോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഐ ചലഞ്ച് ഹിം ടു പ്രൂവ് അതർവൈസ്. അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ പ്രൂവ് ചെയ്യാൻ, ഇത് ഏതെങ്കിലും ചെയ്തിട്ടുള്ളത് പ്രൂവ് ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്നാണ്. ഇതിൽ തന്നെ വലിയൊരു കാര്യമുണ്ട് ഷിബിലി. ഈ ഒരു സഹോദരൻ, ഈ പറയുന്ന അബ്ദുൾ ഫത്താ മഹദി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇതിന് അഗെയിൻസ്റ്റായി നിൽക്കുകയാണെന്നും ഇത്തരത്തിൽ അദ്ദേഹം പ്രതികാരം നടത്തിയേ തീരുമെന്നും ശിക്ഷ നടത്തിയേ തീരുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതൊന്നും ഇതുവരെ അറിയില്ല. സാമുവൽ ജെറോമും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നിമിഷപ്രിയയുടെ സേവ് ആക്ഷൻ ഫോറം ഉണ്ട്, അതിലെ പല ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അതിലും സാമുവൽ ജെറോം ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സാമുവൽ ജെറോം ഈ നെഗോഷിയേഷന് വേണ്ടി $20,000 വീണ്ടും രണ്ടാമത്തെ ഡോളർ കിട്ടണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കുകയും പിന്നെ അവിടെ ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ആരും ഇല്ലാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ കൊടുത്തു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ അതോറിറ്റീസും ഭാരവാഹികളും ഒക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആഫ്റ്റർ ദ പ്രസിഡന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരി. ആഫ്റ്റർ ദ പ്രസിഡന്റ് അപ്രൂവ്ഡ് ദ എക്സിക്യൂഷൻ ഓർഡർ, അതായത് എക്സിക്യൂഷൻ ഓർഡർ അവിടുത്തെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം ഐ മെറ്റ് ഹിം ഇൻ സന, അതായത് സന എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന ഫത്താ മഹദി, അബ്ദുൾ ഫത്താ മഹദി എന്ന് പറയുന്ന തലാലിൻ്റെ സഹോദരൻ ഈ സാമുവൽ ജെറോമിനെ കണ്ടിരുന്നുവെന്നും വേർ ഹി കെയിം ടു മീ കൺഗ്രാജുലേറ്റിംഗ് ഹിസ് ഫേസ് ഫുൾ ഓഫ് ജോയ് സെയിങ് 1,000 കൺഗ്രാജുലേഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നയാൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തിൽ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ മർഡേഴ്സ്, അതായത് കൊലപാതകം ചെയ്ത നിമിഷപ്രിയയുടെ പ്രതിനിധിയായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ പോസ്റ്റിൽ ഇദ്ദേഹം പറയുന്നത് ആഫ്റ്റർ ദ പ്രസിഡന്റ് അപ്രൂവ്ഡ് ദ എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ നിമിഷപ്രിയയെ വധശിക്ഷക്ക് വിധിക്കുമെന്ന് അവിടുത്തെ പ്രസിഡന്റ് കൂടി അപ്രൂവ് ചെയ്തു. ദയാഹർജി അടക്കം നിരസിച്ചു. അപ്പോൾ അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇത് ഉറപ്പായതിനു ശേഷം ഐ മെറ്റ് ഹിം അറ്റ് സന എന്ന് പറയുന്ന നഗരത്തിൽ, അവിടെയാണ് നിമിഷപ്രിയയെ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത്, അവിടെയാണ് ഹൂത്തികൾ ഭരിക്കുന്നത്. അവിടെ വെച്ച് ഇദ്ദേഹത്തെ കണ്ടുവെന്നും കൺഗ്രാജുലേറ്റ് ചെയ്തുവെന്നും, ആരെ,
ഈ പറയുന്ന അബ്ദുൾ ഫത്താ മഹദിയെ പുള്ളി കൺഗ്രാജുലേറ്റ് ചെയ്തു, രക്ഷിക്കാൻ നിൽക്കുന്ന സാമുവൽ ജെറോം കൺഗ്രാജുലേറ്റ് ചെയ്തു എന്നും ആൻഡ് ഹിസ് ഫേസ് വാസ് ഫുൾ ഓഫ് ജോയ്, പുള്ളിയുടെ മുഖത്ത് മുഴുവൻ വലിയ സന്തോഷത്തിലായിരുന്നു എന്നും അതിൻ്റെ കൂടെ പറഞ്ഞത് 1000 അഭിനന്ദനങ്ങൾ, 1000 കൺഗ്രാജുലേഷൻസ് എന്നാണ് പറഞ്ഞതെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഈ അബ്ദുൾ ഫത്താ മഹദി പറയുന്ന അടുത്ത വാചകം, ഐ സോ ദ ലേറ്റസ്റ്റ് ന്യൂസ് എ ഫ്യൂ അവേഴ്സ് ലേറ്റർ വൈൽ ബ്രൗസിംഗ് ദ മീഡിയ ഔട്ട്ലെറ്റ്സ് ഫ്രം കേരള ഇന്ത്യ. I saw the latest news. He had requested $20,000 from them as a part of the so-called negotiated expenses with Talal's family. അതായത് ഈ തലാലിൻ്റെ ഫാമിലിയോടും അവിടെ ഇത് ഈ ആക്ഷൻ സേവ് ആക്ഷൻ മറ്റേ നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഫോറത്തോടും ഒക്കെ തന്നെ $20,000 ചോദിക്കുന്നതാണ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇദ്ദേഹം കണ്ടെന്നത്. അതായത് ഈ അബ്ദുൾ ഫത്താ മെഹദിയെ ഈ എക്സിക്യൂഷൻ നടത്താൻ ഉള്ള അനുമതി കിട്ടിയതിൻ്റെ പുറത്ത് അഭിനന്ദിച്ചിട്ട് പോയിട്ട് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും $20,000 ചോദിക്കുന്നതാണ് കണ്ടെന്നുള്ളതാണ്. ഈ $20,000 ഈ പ്രസിഡന്റിന്റെ അനുമതി കിട്ടി, എക്സിക്യൂഷൻ അനുമതി കിട്ടിയതിന് ശേഷമാണോ കൊടുത്തത് എന്നുള്ളത് കൂടി ഇതിന്റെ ഭാരവാഹികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ അടുത്ത അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം, 4 years he has traded on our spilled blood under the banner of the mediation. മീഡിയേഷൻ എന്ന പേരിൽ ഞങ്ങളുടെ ചോര അദ്ദേഹം വിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മീഡിയേഷൻ വി ഹാവ് ഓൺലി എവർ ഹേർഡ് ഓഫ് ത്രൂ ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ മീഡിയ. ഒരു മീഡിയേഷൻ നടന്നിട്ടില്ല, മീഡിയേഷൻസ് എല്ലാം നടന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റുകളിലൂടെ മാത്രമാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ മാത്രമാണ് ഈ പറയുന്ന സാമുവൽ ജെറോമിന്റെ. എന്താണ്, വി നോ ദ ട്രൂത്ത്, വി വിൽ റിവീൽ ഇറ്റ് ഇഫ് ഹി ഡസ് നോട്ട് സ്റ്റോപ്പ് ലൈങ് ആൻഡ് ഡിസീവിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സാമുവൽ ജെറോം ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ നുണ പറയുന്നതും അതുപോലെ ചതിക്കുന്നതും ഒക്കെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാം, ഞങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഷിബിലി, ഈ സാമുവൽ ജെറോം എന്നൊക്കെ പറയുന്നവന് ഇത് ശരിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് ഞാനിനി അടുത്ത ഭാഗം ഷിബിലിയോട് പറയാം. ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, ഞെട്ടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് സാമുവൽ ജെറോം ഇനി മിണ്ടുവോ വർത്താനം പറയുകയില്ലെന്ന് കൂടി നമുക്ക് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എനിക്കിതിലൊരു സംശയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഷിബിലിയോട്. അതെന്താണെന്നറിയോ, മനോരമ ന്യൂസ് ചാനലിൽ ഈ സാമുവൽ ജെറോം, അതായത് ഈ പറയുന്ന വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരൊക്കെ തന്നെ ഒരു പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തതിന് ശേഷം മനോരമ ന്യൂസ് ചാനലിൽ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഓൺലൈനിൽ ഈ പറയുന്ന വീഡിയോ കോളിൽ വരികയും ചെയ്തതിന് ശേഷം സാമുവൽ ജെറോമിൻ്റെ ഒരു ഗംഭീര പ്രകടനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമുവൽ ജെറോം പറയുന്ന അങ്ങനെ ഒരു ചർച്ചയുമില്ല, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കാന്തപുരം ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അതൊക്കെ പറയുന്നത് തെറ്റാണ്, പകരം ഈ പറയുന്ന ഈ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കുകയും അയാളാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എടുക്കുന്നുണ്ടെങ്കിൽ ഒരാളാണെന്നൊക്കെ പറഞ്ഞു. മിക്കവാറും അയാളായിരിക്കും ഈ കാശ് മേടിച്ചിട്ടുണ്ടാവുക. ഇവർ രണ്ടുപേരും കൂടി ഇനി പുട്ടടിച്ചു ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ അത് യമനിൽ പോയി ഇനി സ്ഥിരീകരിക്കലോ തെളിവുണ്ടാക്കലോ ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. അവിടുത്തെ ഗോത്രവർഗ ആളുകൾക്കും അതുപോലെയുള്ള ആളുകൾക്കും ഒക്കെ തന്നെ സമ്മാനങ്ങൾ കൊടുക്കണം, അതൊക്കെ ശരിയാണ്. അങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ പ്രീതിപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകും. അല്ലാതെ ഒരു ഗവൺമെൻറ്റുമായിട്ടൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ കാശ് അടിച്ചു മാറ്റാൻ നിന്ന ഒരുത്തൻ എന്തിനാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ കാന്തപുരം നമ്മൾ നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ എക്സോ വൈയോ രതീഷ് ചക്രപാണിയോ ഷിബിലിയോ മുഹമ്മദ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ എന്ന് രക്ഷിക്കണമെങ്കിൽ സന്തോഷിക്കലേ ഉള്ളൂ. ഇയാൾ വളരെ പരിഭ്രാന്തരായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല. എന്നിട്ട് ഇയാൾ കാന്തപുരത്തിൻ്റെ തള്ളി പറയുന്നു, പകരം കേന്ദ്ര ഗവൺമെന്റിനെ എന്ത് ചെയ്തു അനുകൂലിക്കുന്നു, അതുപോലെ ബാക്കിയുള്ളവരെ അനുകൂലിക്കുന്നു. ഇയാൾ കാസയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. കാസക്കാരും ഒക്കെ നടത്തിയിട്ടുള്ള പ്രകടനം ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. കാരണം കാസ നടത്തിയിട്ടുള്ള പ്രകടനം, കാസ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങൾ സൗദിയിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി കാശ് പിരിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടാവും, നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാശ് പിരിക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ആദ്യം പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ അവർ നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാന്തപുരം ഇടപെടുമ്പോൾ ഇവർ നേരെ തിരിഞ്ഞിട്ട് നിമിഷപ്രിയ ജയിലിൽ കിടക്കേണ്ടവളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ അവിടെ മറ്റേ വലിയ കൊലപാതകം ചെയ്തിട്ടുള്ളവരാണ് എന്നൊക്കെ പറയുന്നു. ഏതാണ്ട് അതേപോലെ തന്നെയുള്ള ഒരു മലക്കം മറിച്ചിലാണ് കാന്തപുരം അബൂബക്കർ ഇടപെട്ട് ഈ പെൺകുട്ടി ചിലപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നറിയാൻ തോന്നലുണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി രക്ഷപ്പെടുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ദിയാദനം അവർ മേടിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ ഇത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ നിന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് ഏത് കോമൺ സെൻസുള്ള ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി അതുകൊണ്ടാണോ സാമുവൽ ജെറോം താങ്കൾ ഈ പറയുന്ന അയാളെ ചെന്ന 1000 അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത് അബ്ദുൾ ഫത്താ മഹദിയെ കണ്ട് 1000 അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്തായാലും ശരിക്കും അതുണ്ടെങ്കിൽ 110 കഷ്ണമാക്കി ഒരാളെ വെട്ടുനുറുക്കി അത് ക്രൂരതയാണെന്നൊക്കെ പറയുന്നവരോട്
അങ്ങനെയുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പണത്തിൽ നിന്ന് 1 രൂപയെങ്കിലും അടിച്ചു മാറ്റുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതയാണ് എന്ന് പറയാതെ വയ്യ. ഈ കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാനുള്ള കാരണം, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇവരുടെയൊക്കെ ഇൻറ്റൻഷൻസിൽ, അതായത് ഈ നമ്മളിപ്പോൾ ഒരു നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടില്ല. അവർ മോചിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അത്തരത്തിലുള്ള സന്തോഷമൊന്നും ചിലരുടെ ഒന്നും കണ്ണുകളിലും മുഖത്തൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ചാനൽ ചർച്ചകളിലേക്ക് വന്നിരുന്ന ഇദ്ദേഹം ഇംഗ്ലീഷിൽ വളരെ അലമുറയിടുന്നതും ബഹളമുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടു. അപ്പം അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഉള്ള ഒരാളാണ് സാമുവൽ ജെറോം. ഇപ്പോഴും പക്ഷേ ഞാനൊരു ബെനഫിറ്റ് ഓഫ് ഡൗട്ട് സാമുവൽ ജെറോമിന് കൊടുക്കുകയാണ്. കാരണം സാമുവൽ ജെറോം വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് വെളിപ്പെടുത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ സാമുവൽ ജെറോം ഈ പറയുന്ന പോലെ യമനിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഈ കാശ് കൊടുത്തിട്ടുള്ള ആളുകൾ കുത്തിന് പിടിച്ച് ചോദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.